ഓണം സീരീസിൽ ഞാനൊരു നല്ല സാമ്പാറായിട്ട് ഉണ്ടാക്കണേ. നല്ല കുറുകിയ നല്ല കട്ടിയുള്ള തേങ്ങ വറുത്തരച്ച് തൃശ്ശൂർ സ്റ്റൈലിലൊരു സാമ്പാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പരിപ്പ്, 1 സ്പൂൺ വെളിച്ചെണ്ണയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ കുക്കറിൽ പരിപ്പ് വേകുമ്പോൾ പുറത്ത് പോകാതിരിക്കാനാണ് വെളിച്ചെണ്ണ ഒഴിക്കണേ. പിന്നെ കുമ്പളങ്ങ, മുരിങ്ങക്കായ, മത്തങ്ങ, ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക്, പടവലങ്ങ, ഉരുളക്കിഴങ്ങ്, ചേന, പിന്നെ എന്തെന്നാ വെണ്ടക്ക, ഇത്രയും കഷ്ണങ്ങൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ചട്ടി ചൂടാക്കാൻ വെക്കുക. വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് വരുമ്പോൾ ഞാൻ വെണ്ടക്കായും തക്കാളിയും മുരിങ്ങക്കായും ഒന്ന് വറുത്തെടുക്കും. വെളിച്ചെണ്ണയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കും. അപ്പോൾ ഈ വെണ്ടക്കായ ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴുണ്ടല്ലോ വെന്ത് വരുമ്പോൾ ഇങ്ങനെ കൊഴുത്തിരിക്കില്ല, ഇങ്ങനെ ഉടയാണ്ട് കിടക്കും. അപ്പോൾ മുരിങ്ങക്കായ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 5-10 ചെറിയ ഉള്ളി ഇടാം കേട്ടോ. ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കി ഇത്രയും കഷ്ണങ്ങളൊന്നും വേണമെന്നില്ല കേട്ടോ. ഇത്രയും കഷ്ണങ്ങൾ മതി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളിലേക്കൊന്ന് ഇങ്ങനെ വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു 5-6 കാന്താരിമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ എരിവിന് വേണ്ടിയിട്ട് അധികം പച്ചമുളക് യൂസ് ചെയ്യാട്ടോ നല്ലത്. മുളക് പൊടിയുടെ കളറിന് മാത്രം ഇട്ടാൽ മതി. പിന്നെ ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇട്ട് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ, മത്തങ്ങ, എന്തൊക്കെയും കഷ്ണങ്ങളുണ്ട് അതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേവിച്ച് പരിപ്പും ചേർത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച പരിപ്പ് നല്ലപോലെ വേവണം കേട്ടോ. ഇങ്ങനെ പരിപ്പിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കണം. നല്ലപോലെ വെന്ത പരിപ്പ് ഇടുമ്പോഴാണ് കറിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പരിപ്പ് ഇങ്ങനെ വേവാണ്ട് കിടക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ പരിപ്പൊക്കെ ചേർത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊക്കെ വേവിക്കാൻ വെക്കാം. ഒരു 10 മിനിറ്റ് മതി. അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വരുന്നുണ്ടാവും. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ വേവണ സമയം കൊണ്ട് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയിൽ ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള മസാലയ്ക്ക് നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഞാൻ ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തതിന് ശേഷം വേണം നമുക്ക് പുളിവെള്ളം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ കഷ്ണങ്ങളൊന്നും വെന്ത് വരില്ല. ഈ ചേനയ്ക്ക് നമ്മൾ വീട്ടിലുണ്ടായ ചേന കാരണമായിട്ട് ഇങ്ങനെ ഇട്ടിട്ടില്ലേ, അല്ലെങ്കിൽ ആ ചേനയ്ക്കൊന്ന് വേവിച്ചിട്ട് വേണം ഇടണമെങ്കിൽ, അല്ലെങ്കിൽ ചേന വെന്ത് പോവില്ല. നല്ല ചേനയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് തേങ്ങ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ലപോലെ വറുത്ത് ഈ തേങ്ങയുടെ ഒരു നനവ്, വെള്ള നനവുണ്ടാവുമല്ലോ, അത് മാറുമ്പോൾ കുറച്ച് ഒരു 3-4 വറ്റൽമുളക്, ഉള്ളി, പിന്നെ ഒരു സ്പൂണ് ഫ്രഷ് മല്ലിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ മുഴുവൻ മല്ലിയും മുളകും ഇല്ലെങ്കിൽ പൊടി ചേർത്താലും മതി. ആ മുളകും മല്ലിയൊക്കെ അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ പരിപ്പിട്ടില്ലോ ആ സ്റ്റേജിൽ ഇട്ടാലും മതി. പക്ഷേ ഇങ്ങനെ ആകുമ്പോഴാവും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ അധികം ആൾക്കാർ മസാലപ്പൊടിയൊക്കെ അല്ലേ ചേർക്കാം. വല്ല വിശേഷങ്ങൾക്കൊക്കെ അല്ലേ ഇങ്ങനെ ഉണ്ടാക്കുക. പക്ഷേ ഇവിടെ അധികം ഇങ്ങനെയാട്ടോ സാമ്പാർ ഉണ്ടാക്കുക. ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ തേങ്ങ വറുത്തരച്ച് എല്ലാ സ്ഥലങ്ങളിലൊന്നും ഉണ്ടാക്കില്ല എന്ന് തോന്നുന്നു. ഈ തൃശ്ശൂരിൽ നിന്നൊക്കെ അങ്ങോട്ട് അങ്ങനെ ഉണ്ടാക്കുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആവണ സമയമാകുമ്പോൾ കുറച്ച് എന്നിട്ട് ചേർക്കും, കറിവേപ്പിലയും കൂടി ചേർക്കും. കറിവേപ്പിലയും ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. ഇതിലധികം മസാലകളൊന്നുമില്ല കേട്ടോ. മുളക്, മല്ലി, ഉള്ളി, കറിവേപ്പില, തേങ്ങ, ഇത്രയേ ഉള്ളൂ, അധികമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇങ്ങനെ മിക്സ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ തേങ്ങ വറുക്കുന്ന സമയമൊക്കെ നമുക്ക് ലാഭിക്കാം. ഞാൻ അങ്ങനത്തെ ഒരു പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ തേങ്ങയ്ക്ക് നല്ലപോലെ വറുത്ത് വരട്ടെ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയ്ക്ക് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വറുത്തെടുക്കുക. എന്നിട്ട് ഇത് ചൂടാറുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഈ അരച്ചെടുക്കുമ്പോഴുണ്ടല്ലോ ആദ്യം നമ്മൾ വെള്ളം ചേർക്കാണ്ട്, എത്രയും വെള്ളം ചേർക്കാണ്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ പൊടിച്ചെടുക്കണം. എന്നിട്ട് അവസാനം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. അത് വെള്ളം ചേർത്ത് അരച്ചാലുണ്ടല്ലോ നമുക്ക് നല്ലപോലെ അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ നല്ലപോലെ ആദ്യം വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങൾക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ പുളി വെള്ളം ഉണ്ടല്ലോ, അതൊരു ഗ്ലാസ് ആ പുളിവെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും കഷ്ണങ്ങളിലേക്ക് നല്ലപോലെ വെന്തിട്ടുണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ തേങ്ങയ്ക്ക് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ തേങ്ങ അരപ്പും കൂടിയും ചേർത്തിട്ട് സാമ്പാർ നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. തേങ്ങ അരപ്പും ചേർത്ത് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ ഈ അരപ്പും കഷ്ണങ്ങളൊക്കെ ആയിട്ട് മിക്സായി വന്നിട്ടുണ്ടാവും. പിന്നെ ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ഇടാം. പിന്നെ ഈ സ്റ്റേജിൽ നമുക്ക് മല്ലിയുടെ ഇടാം കേട്ടോ. ഞാൻ മല്ലിയുടെ കടുക് കാച്ചിയതിന് ശേഷം കേട്ടോ മല്ലിയിടയിലേക്ക് ഇടണേ. മല്ലിയുടെ ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മല്ലിയുടെ ഇടുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് സാമ്പാറൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് ഒരു 2 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ ഉലുവ, പിന്നെ 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് കായംപൊടിയും ചേർത്തിട്ട് നമുക്ക് സാമ്പാർ വറുത്തെടുക്കാം. കടുക് വറുത്തിടാം. വെളിച്ചെണ്ണ താളിക്കില്ല, അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ സാമ്പാറിൻ്റെ ഒരു നല്ല മണം വരും കേട്ടോ. അപ്പോൾ എല്ലാവരും
ഓണത്തിന് ഇങ്ങനെയൊക്കെ പറ്റുന്ന വെച്ച് ഉണ്ടാക്കി നോക്കണം. ഈ അരപ്പുണ്ടല്ലോ, അരപ്പ് നമുക്ക് തലേദിവസം ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ കാലത്ത് പിന്നെ മിക്സിങ് അല്ലേ വേണ്ടി വരുള്ളൂ. അപ്പോൾ നമ്മുടെ കടുക് താളിച്ചതും കൂടി അതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ സാമ്പാർ സെറ്റ് ആയി കിട്ടും കേട്ടോ. ഈ സ്റ്റേജിൽ നമുക്കിനി എന്തൊക്കെയും ചേർക്കാമെന്ന് അറിയും. മല്ലിയില ചേർക്കാം, പിന്നെ ഒരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് നല്ല ടേസ്റ്റാവും. ഒരു സ്പൂൺ ശർക്കരയുടെ പൊടിയും ഒരു സ്പൂൺ നെയ്യും കൂടി ഈ സ്റ്റേജിൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാവും. ഇവിടെ നെയ്യുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തതാണ് ഞാൻ ഇടാത്തത് കേട്ടോ. ഞാൻ ഉണ്ടാക്കാറുണ്ട്, ഇവിടെ അധികം ഇഷ്ടമില്ലാത്തതാണ് ഇടാറില്ല. അപ്പോൾ നമ്മുടെ നല്ല കട്ടിക്ക് കുറുകിയ സാമ്പാർ വന്നത് കണ്ടില്ലേ. എല്ലാവരും ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിലേക്ക് ഇടണേ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. അധികം ആൾക്കാരും മറ്റേ സാമ്പാർ പൊടിയൊക്കെ ഇപ്പോൾ അധികം യൂസ് ചെയ്യാറുണ്ട്, സമയമില്ലാത്തതുകൊണ്ട്. സമയമുള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കാം. നമുക്കുടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.